റമദാൻ നോമ്പ് ആരംഭിക്കുന്നത് മാസപ്പിറവി ദൃശ്യമാകുന്നതോടു കൂടിയാണ്. നബി തങ്ങൾ പറഞ്ഞു, സൂമു ലിറുയതിഹി വഅഫ്തിറു ലിറുയതിഹി ഫൈൻ ഗുമ്മ അലൈക്കും ഫഅക്മിലു ഇദ്ദത ശഅബാന 30. വ്യത്യസ്തമായ പദപ്രയോഗങ്ങൾ ഉദ്ധരിക്കപ്പെടുന്ന മുസ്ലിം ലോകം ഏകകണ്ഠേന സ്വീകരിച്ചു പോകുന്ന തർക്കമില്ലാത്ത ഹദീസാണ്. നബി തങ്ങൾ പറഞ്ഞു, മാസപ്പിറവി ദൃശ്യമായാൽ നിങ്ങൾ നോമ്പെടുത്ത് തുടങ്ങുക. മാസപ്പിറവി ദൃശ്യമായാൽ നിങ്ങൾ നോമ്പ് അവസാനിപ്പിച്ച് പെരുന്നാൾ ആഘോഷിക്കുക. ഇനി അഥവാ നിങ്ങൾക്ക് മേഘം മൂടി കാണാൻ കഴിഞ്ഞില്ല എങ്കിൽ ശഅബാൻ മാസം നിങ്ങൾ 30 പൂർത്തിയാക്കുക. ഇതാണ് അറബി മാസങ്ങളുടെ അടിസ്ഥാനം. എല്ലാ അറബി മാസവും ഒന്നുകിൽ 29 അല്ലെങ്കിൽ 30. അശ്ശഹ്റു ഹാക്കദ വഹാക്കദ. നബി തങ്ങൾ പറഞ്ഞു, അറബി മാസം ഇങ്ങനെയും ഇങ്ങനെയുമാണ് ഉണ്ടാവുക. അഥവാ 29, 30 ഉണ്ടാവുക. 28 ആവില്ല, 31 ആവില്ല. ഒന്നുകിൽ 29 അല്ലെങ്കിൽ 30. അത് അറിയിക്കാൻ അല്ലാഹു നിശ്ചയിച്ച അടയാളമാണ് ഹിലാലുകൾ, ബാലചന്ദ്രന്മാർ. ഖുർആനിൽ പറഞ്ഞു, വയസ്അലൂനക അനിൽ അഹില്ല ഖുൽ ഹിയ മവാഖീതു ലിന്നാസ്. അവർ നബിയെ നിങ്ങളോട് ചോദിക്കുന്നു, അനിൽ അഹില്ല, ഹിലാലുകളെ പറ്റി ചോദിക്കുന്നു. ചെറിയ ചന്ദ്രൻ അത് ഒരു ബാലചന്ദ്രനായി പ്രത്യക്ഷപ്പെട്ട് പിന്നെ അതിങ്ങനെ അതിന് വലിപ്പം കൂടി വന്ന് പിന്നെ പൂർണ്ണചന്ദ്രനായി മാറി, പിന്നെയും അത് ചെറുതായി പോയി ഇല്ലാതായി മാറുന്നു, വീണ്ടും അത് ഉദിച്ചു വരുന്നു. എന്താ ഇത് ഇങ്ങനെ ഒരു സംവിധാനം എന്ന് സഹാബിമാർ നബിയോട് വന്ന് ചോദിക്കുന്നുണ്ട്. അല്ലാഹു തആല ആയത്തിറക്കി, വയസ്അലൂനക അനിൽ അഹില്ല. നബിയെ, ഹിലാലുകളെ പറ്റി അവർ നിങ്ങളോട് ചോദിക്കുന്നു. കുൽ, പറഞ്ഞു കൊടുക്കുക, ഹിയ മവാഖീതു ലിന്നാസ്, ജനങ്ങൾക്ക് സമയം നിശ്ചയിക്കാൻ വേണ്ടി അല്ലാഹു നിശ്ചയിച്ച സംവിധാനമാണത് എന്ന് പറഞ്ഞു കൊടുക്കുക നബിയെ എന്നാണ്. 12 മാസവും പ്രവേശിച്ചതായി അറിയുക ചന്ദ്രന്റെ ഈ ഉദയത്തെ അടിസ്ഥാനമാക്കി തന്നെയാണ്. പടിഞ്ഞാറൻ ചക്രവാളത്തിൽ സൂര്യാസ്തമയ ശേഷം ചന്ദ്രനിൽ നിന്ന് ദൃശ്യമായാൽ പിറ്റേന്ന് 1 കണക്കാക്കും. അറബി മാസം 29 സൂര്യാസ്തമയ ശേഷം പടിഞ്ഞാറൻ ചക്രവാളത്തേക്ക് നോക്കുകയും അവിടെ ചന്ദ്രനെ ദൃശ്യയോഗ്യമായി കിട്ടിയാൽ പിറ്റേന്ന് 1 എന്നാൽ ചന്ദ്രൻ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല, പക്ഷെ കണ്ടില്ല എങ്കിൽ പിറ്റേന്ന് 30 പൂർത്തിയാക്കി അടുത്ത ദിവസം 1 കണക്കാക്കുകയും ചെയ്യും. അത് ഹദീസിൽ പറഞ്ഞത്. മേഘം മൂടിയാൽ നിങ്ങൾ 30 പൂർത്തിയാക്കുക. മേഘം മൂടിയാലും ഒരുപക്ഷെ ചന്ദ്രൻ അവിടെ ഉണ്ടാകാമല്ലോ. മേഘം മൂടിയ ഞങ്ങൾ പ്രത്യേകം പറഞ്ഞു, നിങ്ങൾക്ക് മേഘം മൂടിയാൽ നിങ്ങൾ ശഅബാൻ മാസം നിങ്ങൾ 30 പൂർത്തിയാക്കുക. ശഅബാൻ 29 പോലെ നോക്കുക. കണ്ടാൽ പിറ്റേന്ന് റമദാൻ 1, കണ്ടില്ലെങ്കിൽ പിറ്റേന്ന് ശഅബാൻ 30 പൂർത്തിയായ പിന്നെ നോക്കേണ്ട കാര്യമില്ല. കാരണം 31 ഇല്ല, 31 ഇല്ല, 29, 30 ഉള്ളൂ. 30 പൂർത്തിയായാൽ പിന്നെ ഉറപ്പാണ് പിറ്റേന്ന് അടുത്ത മാസം പ്രവേശിച്ചു. അടുത്ത മാസം അങ്ങനെ തന്നെ റമദാൻ 29 ആകുമ്പോൾ നോക്കണം. അന്ന് മാസപ്പിറവി കണ്ടു എങ്കിൽ പിറ്റേന്ന് ശവ്വാൽ 1. മേഘം മൂടി മഴക്കാറാണ്, കാണാൻ കഴിഞ്ഞില്ല. ചന്ദ്രൻ അന്തരീക്ഷത്തിലുണ്ട്, കാണാൻ കഴിഞ്ഞില്ല. ഈ ഹദീസ് പ്രകാരം പിറ്റേന്ന് 30 പൂർത്തിയാക്കണം. ഇന്ന് ആധുനിക സംവിധാന പ്രകാരം സൂര്യന്റെയും ചന്ദ്രനെയും ഒക്കെ ഉദയാസ്തമനങ്ങളെ, സഞ്ചാരങ്ങളെ എല്ലാം അറിയാൻ സംവിധാനമുണ്ട്. അതുപ്രകാരം അന്തരീക്ഷത്തിൽ ചന്ദ്രൻ ഉണ്ട് എന്ന് അറിഞ്ഞാൽ മാത്രം പോരാ. സൂമു ലിറുയതിഹി, വ്യക്തമായ ഹദീസാണ്. കണ്ടാൽ നിങ്ങൾ നോമ്പെടുക്കുക, കണ്ടാൽ നിങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുക. ചില ആളുകൾ ന്യായം പറയും, നബിയുടെ കാലത്ത് സംവിധാനം ഇല്ലല്ലോ, അന്ന് കാണാനല്ലേ നിവൃത്തിയുള്ളൂ, വേറെ വഴിയില്ലല്ലോ. അങ്ങനെയൊന്നും പറഞ്ഞുകൂടാ. ഇത് വഹയ്യല്ലേ, ഇത് വഹയ്യല്ലേ. നബി തങ്ങളെ വക ആലോചിച്ചുണ്ടാക്കി പറഞ്ഞതല്ലല്ലോ. ഇത് എല്ലാ കാലത്തേക്കുമുള്ളതാണ്. ഖിയാമത്ത് വരെയുമുള്ളവർക്ക് ലോകത്ത് മുഴുവൻ സ്വീകരിക്കാൻ പറ്റിയ മതമാണ്. അതുകൊണ്ട് ലോകം മൊത്തം സ്വീകരിക്കാൻ പറ്റിയ രീതി ഈ ഹദീസ് അതേപടി പ്രാവർത്തികമാക്കുക എന്ന് തന്നെയാണ്. അതുപ്രകാരം നാളെ ശഅബാൻ 29, ഇന്ന് 28. എങ്ങനെ 29 ആയി? ശഅബാൻ 1 പിറവിയുടെ സ്ഥാനത്ത് എന്നാണ് തീരുമാനിച്ചത് അതുപ്രകാരം. ശഅബാൻ 1 അന്നത്തെ പിറവി പ്രകാരം തീരുമാനിച്ച എന്താണോ അതുപ്രകാരം ഇന്ന് 28. കലണ്ടറിൽ പക്ഷേ 29 കാണും, കലണ്ടറിൽ 29 കാണും. അത് കഴിഞ്ഞ മാസം ഏതു മാസവും സൂര്യാസ്തമയ ശേഷം 1 മിനിറ്റെങ്കിലും ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ കലണ്ടർ തയ്യാറാക്കുമ്പോൾ പിറ്റേന്ന് 1 കൊടുക്കും.
29-ന് സൂര്യ അസ്തമിച്ച ശേഷം 1 മിനിറ്റ് ചന്ദ്രൻ ഉണ്ടെങ്കിലും കലണ്ടർ തയ്യാറാക്കുമ്പോൾ കൊടുക്കുക പിറ്റേന്ന് 1 ഈ 1 മിനിറ്റുള്ള ചന്ദ്രനെ കാണുമോ കാണില്ലേ, അത് കലണ്ടർ അടിക്കുമ്പോ തീരുമാനിക്കാൻ കഴിയും. നമ്മുടെ കലണ്ടർ സാധാരണ ഓഗസ്റ്റിലോ ജൂലൈയിലോ സെപ്റ്റംബറിലോ കലണ്ടർ തയ്യാറാക്കുന്ന പണി ആരംഭിക്കുക. ഈ ഒരു ഫെബ്രുവരി 29-ന് ഫെബ്രുവരി 28 കഴിഞ്ഞ് മാർച്ച് 1-ന് മാസം കാണുമോ ഇല്ലേ എന്ന് അത് തീരുമാനിക്കാൻ കഴിയില്ലല്ലോ. അത് ഉദയമുണ്ടെങ്കിൽ പിറ്റേന്ന് 1 കലണ്ടറിൽ വരും. കണ്ടാൽ 1 ആകും, കണ്ടില്ലെങ്കിലോ 30 ആകും. അത് പറയാം കലണ്ടർ ഇന്ന് 29 ആയിരിക്കും. പക്ഷേ 1 എന്നാണോ കലണ്ടറിൽ ഉള്ളത് അന്ന് 1 ആയില്ല. ശഅബാൻ 1 കലണ്ടറിൽ എന്നാണോ അന്ന് 1 ആയില്ല. കാരണം കഴിഞ്ഞ മാസം കണ്ടില്ല, അവിടെ പൂർത്തിയായി. അപ്പൊ 1 എന്ന് മാറിയത് 1 എന്നുള്ളത് മാറി 30 ആയി മാറി. അതുകൊണ്ട് കലണ്ടറിൽ 29 ആണ്, കാഴ്ചപ്പാടിൽ 28 ആണ്. അതുകൊണ്ട് നാളെ 29 പരിഗണിക്കും. കലണ്ടറിൽ നാളെ ഒരു പക്ഷം 1 ആയിരിക്കും, കലണ്ടറിൽ 30 ആയിരുന്നു. കാരണം ഒരു ഉദയമുണ്ടെങ്കിൽ 1 കൊടുക്കും. അത് അത്രേ കഴിയുള്ളൂ. കലണ്ടർ അടിക്കുമ്പോൾ അത്രേ പറ്റുള്ളൂ. ഉദയമുണ്ടോ ഇല്ലേ നോക്കുക. ഉദയമുണ്ടെങ്കിൽ പിറ്റേന്ന് 1. പക്ഷെ അത് കാണോ കാണില്ലേ അത് തീരുമാനിക്കാൻ കഴിയില്ല. അപ്പൊ കണ്ടാൽ 1-ലേക്ക് പ്രവേശിക്കും, കണ്ടില്ലെങ്കിൽ 30-ലേക്ക് കടക്കും. അപ്പൊ നാളെ 29, നാളെ സൂര്യാസ്തമയ ശേഷം 1 മണിക്കൂറിലേറെ സമയം ചന്ദ്രൻ ഉദിച്ചു നിൽക്കും. നാളെ സൂര്യൻ അസ്തമിച്ച ശേഷം നാളെ മഗ്രിബ് എപ്പോഴാണ് ബാങ്ക് വിളിക്കുക ആ സമയത്താണല്ലോ സൂര്യാസ്തമയമുള്ളത്. ആ സമയത്ത് സൂര്യ അസ്തമിച്ചു കഴിഞ്ഞാൽ ശേഷം 1 മണിക്കൂറിലേറെ സമയം, ഏതാണ്ട് 65-66 മിനിറ്റ് നേരം ചന്ദ്രൻ ആകാശത്തുണ്ടാവും. അതുകൊണ്ട് സാധാരണഗതിയിൽ കാണാനാണ് സാധ്യത കൂടുതൽ. കണക്ക് പ്രകാരം ഇന്നും ഉണ്ടാവും ചന്ദ്രൻ. കണക്ക് പ്രകാരം പക്ഷെ ഇന്നലെ ഉണ്ടാവാം. അതല്ല പരിഗണിക്കേണ്ടത്. സമൂഹത്തിൽ വ്യത്യസ്തമായ വീക്ഷണ വ്യത്യാസങ്ങൾ ആ വിഷയത്തിലുണ്ട്. ന്യൂ മൂൺ പിറവിയെടുത്താൽ മാസം മാറി എന്ന് കണക്കാക്കുന്ന ആളുകൾ ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. ഹിലാലൊന്നും വേണ്ട, ന്യൂ മൂൺ പുതിയ ചന്ദ്രൻ എപ്പോഴാണോ പിറവിയെടുത്തത് അതോടുകൂടി മാസം മാറി, ഇനി നോക്കാനും കാണാനും പോകേണ്ടതില്ല എന്ന് പറയുന്നവർ നമ്മുടെ നാട്ടിലുമുണ്ട്. അവർക്ക് ഇന്ന് രാവിലെ ന്യൂ മൂൺ പിറവിയെടുത്തു. ഇന്ന് രാവിലെ 8 മണിക്ക് ന്യൂ മൂൺ പിറവിയെടുത്തു. അതുപ്രകാരം അവർക്ക് ഇനി ഒന്നും നോക്കണ്ട, മാസം കഴിഞ്ഞു, ഈ നാളെ മുതൽ 1 കണക്കാക്കാം എന്നാണ് അവരെ നയം. 1 മാസം നോക്കാനും പോകൂല, കാണാനും പോകൂല, ആ പ്രഖ്യാപനവുമില്ല. പുതിയ ചന്ദ്രൻ എപ്പോൾ പിറവിയെടുത്തുവോ അവിടെ മുതൽ മാസം മാറി എന്നാണ് അവരുടെ നയം. മറ്റു ചിലർ പറഞ്ഞത് അതുപോലെ ന്യൂ മൂൺ പോരാ, ഹിലാലാണ്, അഥവാ സൂര്യാസ്തമയ ശേഷം ചന്ദ്രോദയം ഉണ്ടാകണം, എന്നാ പിന്നെ കാണേണ്ട കാര്യമില്ല. സൂര്യാസ്തമിച്ച ശേഷം ചന്ദ്രൻ ഉണ്ടോ എന്ന മാസം മാറി എന്ന് കണക്കാക്കാം. നമ്മളെ കണ്ടോ കണ്ടില് അത് നോക്കേണ്ടതില്ല. നബിയുടെ കാലത്ത് നോക്കാനേ നിവൃത്തിയുള്ളൂ, വേണം നിവൃത്തിയില്ലാത്തത് അന്ന് പറഞ്ഞതാണ്. ഇന്നത് ബാധകമല്ല എന്ന് അവർ പറഞ്ഞു. അതും ശരിയല്ല. അങ്ങനെയാണെങ്കിൽ എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സ്വീകാര്യമല്ലാത്തൊരു തത്വമാണ് നബി തങ്ങൾ അന്ന് പഠിപ്പിച്ചത് എന്ന് വരും. അതും ശരിയല്ല. മൂന്നാമത്, ചന്ദ്രപ്പിറവി ഉണ്ടായാൽ പോരാ, അത് കാണണം, കണ്ടു പ്രഖ്യാപിക്കണം. അപ്പോഴാ ഹിലാൽ എന്ന് പറയുക. വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ച വാക്ക് ഹിലാൽ എന്നാണ്. ഹിലാൽ ഹല്ലല എന്ന പദവുമായി ബന്ധപ്പെട്ട പദമാണ് ഹിലാൽ. തഹ്ലീൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുന്നതിന് തഹ്ലീൽ എന്ന് പറയും. ഉറക്കെ ശബ്ദമുണ്ടാക്കുക എന്നാണ് ഹിലാൽ എന്ന പദത്തിന് നേരർത്ഥം. ഉറക്കെ ശബ്ദമുണ്ടാക്കുക. അപ്പൊ സാധാരണഗതിയിൽ മാസം കണ്ട് ആളുകളെ പരസ്പരം അറിയിക്കും, മാസം കണ്ടു എന്ന അറിയിപ്പ് തമ്മിൽ പറയും. അതാണ് ഹിലാൽ എന്ന പേര് അതിന് പറയാൻ കാരണമെന്ന് ശൈഖ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് മജ്മൂ ഫതാവയിൽ 25-ാമത്തെ വാള്യത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തി കാണാൻ കഴിയും. അതാ ഹിലാൽ. ദൃശ്യയോഗ്യമായി മാറുന്ന അവസ്ഥക്കാണ് ഹിലാൽ എന്ന് പറയുക. ഇനി അങ്ങനെ ഉണ്ടായി, ആരും കണ്ടില്ല, വിളംബരം ചെയ്യപ്പെട്ടില്ല എങ്കിൽ അത് അറബിയിൽ ഹിലാൽ എന്ന് പറയുകയില്ല. കണ്ട് വിളംബരം ചെയ്യപ്പെടുമ്പോഴാണ് ഹിലാൽ എന്ന് പറയുക. നബിയെ, നിങ്ങളോട് അവർ ഹിലാലുകളെ പറ്റി ചോദിക്കുന്നുവെന്നാണ് ഖുർആന്റെ പ്രയോഗം തന്നെ. അപ്പൊ അത് ചന്ദ്രൻ ഹിലാലാവൽ തന്നെ കണ്ട് പ്രഖ്യാപിക്കപ്പെടുമ്പോഴാണ്, അല്ലെങ്കിൽ ഹിലാൽ എന്ന് പറയില്ല എന്ന് അറബി ഭാഷയുടെ നിയമമാണ്. അതുപ്രകാരം നാളെ സൂര്യാസ്തമയ ശേഷം 1 മണിക്കൂറിലേറെ സമയം ചന്ദ്രൻ ഉദിച്ചു നിൽക്കും. അത് കണ്ട് പിറ്റേന്ന് 1-ലേക്ക് കടക്കാം. നീ കണ്ടില്ല, എനിക്കുണ്ടായി ശക്തമായ മഴ പെയ്തു, വലിയ മഴക്കാറായി, ആർക്കും കാണാൻ കഴിഞ്ഞില്ല, കേരളത്തിൽ എവിടെയും കണ്ടില്ല, ഇത് സ്വാഭാവികമായി പിറ്റേന്ന് 30 പൂർത്തിയാക്കും.
ഞായറാഴ്ച ശഅബാൻ 30 പൂർത്തിയാക്കും. അപ്പൊ തിങ്കളാഴ്ച റമദാനിലേക്ക് കടക്കുക. അതാണ് സുന്നത്തിനോട് യോജിക്കുന്ന ശരിയായ രീതി. മറ്റുള്ളൊക്കെ യുക്തികളാണ്, ന്യായങ്ങളാണ്. എന്തിനാപ്പിക്കാലത്ത് നോക്കുന്നത്? നമ്മൾ നാലാളെ പോയി നോക്കിയിട്ട് നമ്മൾ കണ്ടില്ലെങ്കിൽ എങ്ങനെ മാസം മാറോ, നമ്മൾ കണ്ട മാസം മാറോ? അതൊക്കെ യുക്തികളാണ്. നബി തങ്ങൾ നിശ്ചയിച്ച മാനദണ്ഡം കാഴ്ചയാണ്. അപ്പൊ ചില ആളുകൾ പറയും അങ്ങനെയാണെങ്കിൽ ബാങ്ക് വിളിക്കാൻ നോക്കുന്നില്ലല്ലോ, അത് കണക്കല്ലേ, കലണ്ടർ എഴുതിച്ച് സമയം നോക്കിയിട്ടല്ലേ ബാങ്ക് വിളിക്കുന്നത്, എന്നാ സൂര്യൻ മധ്യത്തിൽ തെറ്റോ ഇല്ലെന്ന് ആരും പോയി അളന്ന് നോക്കുന്നില്ലോ. പഴയ കാലത്ത് അടിക്കണക്കായിരുന്നല്ലോ, അന്ന് നാട്ടകുത്തി വെച്ച് അത് നേര് നോക്കി അളന്നിട്ടല്ലേ അന്ന് ബാങ്ക് വിളിച്ചത്, ഇന്നത് ഇല്ലല്ലോ. സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റിയാൽ ളുഹറിന്റെ സമയമായി, തെറ്റിയെന്ന് കണ്ടാൽ എന്നല്ല പറഞ്ഞു. സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റിക്കഴിഞ്ഞാൽ ളുഹറിന്റെ സമയമായി എന്ന് ഹദീസ് വന്ന അങ്ങനെയാണ്. തെറ്റിയത് കണ്ടാൽ എന്നല്ല, തെറ്റിയാൽ ളുഹറിന്റെ സമയമായി. ഒരു വസ്തുവിന്റെ നിഴൽ അതിന് ഇരട്ടിയ വലിപ്പമായാൽ അസ്റിന്റെ സമയമായി. സൂര്യ അസ്തമിച്ചാൽ മഗ്രിബിന്റെ സമയമായി. ശഫഖുൽ അഹ്മർ അന്തരീക്ഷത്തിലെ കടും ചുവപ്പ് മാഞ്ഞാൽ ഇശാഇന്റെ സമയമായി. അത് ഓരോന്നും അങ്ങനെയാണ് നബി തങ്ങൾ നിശ്ചയിച്ചത്. എന്നാൽ ചന്ദ്രൻ ഉദിച്ചാൽ നിങ്ങൾ നോമ്പ് നോക്കുക എന്നല്ല പറഞ്ഞത്. ചന്ദ്രപ്രഭ നിങ്ങൾ കണ്ടാൽ നിങ്ങൾ നോമ്പ് നോക്കുക, ചന്ദ്രപ്രഭ നിങ്ങൾ കണ്ടാൽ നിങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുക എന്ന് അങ്ങനെ വ്യക്തമായി വേർതിരിച്ചു പറഞ്ഞു. സൂര്യന്റെ ചലനവുമായി ബന്ധപ്പെട്ടാണ് നിസ്കാരം നിശ്ചയിച്ചത്. ചന്ദ്രന്റെ പിറവിയുമായി ബന്ധപ്പെട്ടല്ല, അത് കാണുന്നതുമായി ബന്ധപ്പെട്ടാണ് മാസം മാസം നിശ്ചയിച്ചത്, നോമ്പ് നിശ്ചയിച്ചത്. അതാണ് ആ വ്യത്യാസം. അതുകൊണ്ട് അത്രയും യുക്തിവാദങ്ങൾക്ക് മതത്തിൽ സ്ഥാനമില്ല. എന്താണോ അല്ലാഹു റസൂൽ നിശ്ചയിച്ചു പഠിപ്പിച്ചത് അത് അപ്പടി പിൻപറ്റലാണ് നമുക്ക് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്. ആ നിലയ്ക്ക് ഏത് കാര്യത്തിലും എന്ന ഈ വിഷയത്തിലും സുന്നത്തിന്റെ കൂടെ സഞ്ചരിക്കാൻ നാം പരിശ്രമിക്കുക. ഏതാണെങ്കിലും വിശുദ്ധ റമദാനിലേക്ക് കടന്നത് മുതൽ ഓരോ നിമിഷവും നഷ്ടപ്പെടാതെ പരമാവധി ഉപയോഗപ്പെടുത്താൻ നാം പരിശ്രമിക്കാം.